അഞ്ചി ഒരു വന്നിക്കണ് വേമായോ. ചെക്കനെ 5-6 കൊല്ലമായിട്ട് ഗൾഫിൽ തന്നെ. ഓൻ പോണതിൻ്റെ മുന്നേ കല്യാണം കഴിക്കണം വെച്ചിട്ടാണ്. അതിന് കുട്ടി +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 മാസം കൂടി കഴിയണം പതിനെട്ട് തേനച്ചാ. അതിനിപ്പോൾ എന്താ ആക്കാ? നമുക്കിപ്പോൾ നിക്കാഹാട് കഴിച്ചിരാ. പിന്നെ ആക്കം പോലെ വയസ്സാണ് സമയത്ത് കല്യാണം നടത്തിയാൽ പോരെ? എന്നാൽ റഷീദ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ജൂലൈ മാസം ആകുമ്പോഴത്തേന് ഞമ്മക്ക് നടത്താം. അൽഹംദുലില്ലാ ഹയർ. ചെക്കനെ കുറച്ച് ഹൈറ്റുള്ള പെണ്ണിനെ വണച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മളെ മൈമുട്ടിക്കാൻ്റെ അടുത്ത കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഈമുള്ള കുട്ടിയാണ്. അപ്പം തന്നെ അവനൊരു ഇത് ഉണ്ട്. ചെക്കൻ്റെ ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചതാണ്. ഓൻ്റെ താഴെയുള്ളതിൻ്റെ കല്യാണം പടുത്താ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നും കൂടി അതേമാതിരിക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ കൊടുക്കണതിനെ പറ്റി നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. അതൊക്കെ ആക്കം പോലെ തന്നാൽ മതി. ഞമ്മക്കെന്ത് ബേജാറാ? ഇവളുടെ മേലുള്ള കണ്ടത്തിനെ അന്തസ്സിലാണ് കെട്ടിച്ചു കൂട്ടിക്കണേ. നിങ്ങൾക്ക് ബേജാറാവാൻ മതി. അല്ലാന്നു ഇതിപ്പോൾ എന്താ പറ്റിയത്? അത് ഓളന്ന് വീണതാ. കുട്ടികൾക്ക് എന്തെങ്കിലും വർത്താനം പറയണ്ടേ പറഞ്ഞോട്ടെ. അതിൻ്റെ ആവശ്യമില്ല. നിക്ക് കഴിഞ്ഞ് എത്ര മണിക്ക് സംസാരിക്കാമല്ലോ. അല്ല അത് ശരിയല്ലേ, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ വർത്താനം പറയാലോ. ഞങ്ങൾ ചായ കുടിക്കും. എൻ്റെ മകൾ ഫാത്തിമത്തുൽ അൻഷിയയെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഭാര്യയാക്കി തന്നിരിക്കുന്നു. ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ. താങ്കളുടെ മകൾ ഫാത്തിമത്തുൽ അൻഷിയയെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. ഇക്കന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്നോട് കാര്യമായിട്ട് വർത്താനൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ കുറേ കാലമായി പരിപാടി തുടങ്ങിയിട്ടേ ഈ പെണ്ണ് കാണൽ. ഇപ്പോഴാണൊന്ന് ശരിയാവണത്. ദുബായ്ക്കാരൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ഡിഗ്രി ഉണ്ടോയെന്നൊക്കെ ചിലർ ചോദിക്കണതേ. ഗൾഫ് തന്നെയായിരുന്നു. നാട്ടിലേക്ക് വരും പോവും ഇതന്നെയായിരുന്നു അവസ്ഥ. എന്തൊന്നും ഉണ്ടാത്ത് നമുക്ക് ഇങ്ങോട്ടൊന്നും പറയാനൊന്നുമില്ലേ? എന്തെങ്കിലും പറയൂ. ഇവിടെ എൻ്റെ വാപ്പിയും ഒന്നും വരാൻ പോണില്ല. ഇത് തീരെ പറഞ്ഞോ? കല്യാണം കഴിക്കൊക്കെ പേടിയാണ്. പേടിയോ? എന്തിനാ പേടിക്കണ്? എന്നെ കണ്ട അത്രയ്ക്ക് പേടിയാകണ്ടോ? അതല്ല, പഠിക്കണമെന്നുണ്ട്. കുടിയത്തോരറിയാതെ കുറേ എൻട്രൻസ് എക്സാം എഴുതിക്കണം. എൻ്റെ വാപ്പ എന്നും സമ്മതിക്കൂല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കൂലല്ലോ. അതിൻ്റെ പൊന്നാര മകളെ, ഇതിനകത്ത് ടെൻഷൻ അടിക്കണത്? അതൊക്കെ അതിൻ്റെ മട്ടം പോലെ നമുക്ക് ചെയ്യാലോ. നമുക്ക് ശരിയാക്കാം. കഴിക്ക്.
അനഷേ അത് കുടിച്ചോ കുടിച്ചോ. ഞാനെപ്പോഴും എൻ്റെ വാപ്പാൻ്റെ ഫോണിൽ ഇങ്ങനെ വിളിക്കണ്ടല്ലോ. കുടിക്ക്. ഞാൻ കയറുന്നില്ല, ഉമ്മാണ്ട് പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കണ്ട്. എന്താടാ? ഓൾക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ പോകണമെന്നുണ്ട്. ഇജ്ജ് മുണ്ടാതെ കുത്തിയിട്ട് ചോറ് കഴിച്ച വയസ്സിലെ. അതല്ലമ്മ, അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടും. ചിലപ്പോൾ നല്ല കിട്ടും. അങ്ങനെയാണെങ്കിൽ കൊട്ട് കിടങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. അപ്പൊ എന്റെ കഷ്ടപ്പാടോ? ഓള് വന്നിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. ഇനിയിപ്പോൾ ഓള് നയിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കുടിക്ക്. അണക്ക് തന്നെ നയിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിക്കാൻ പറ്റിച്ച് കഴിച്ചാൽ മതി. അല്ല ഇജ്ജ് പെണ്ണ് കെട്ടണ്ട. മാനസന്റെ തണ്ടൽ ഊരൊക്കെ നീരാതെ. പോവാം. ഇപ്പം എവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്? ഒരുവിധം പുറത്താണ്. അയല്ലേ? പുറത്തെവിടെയൊക്കെ? JNU, HCU, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഡൽഹി, പോണ്ടിച്ചേരി, അങ്ങനെ പുറത്തൊരുവിധം എല്ലാത്തിൻ്റെയും എൻട്രൻസ് ചെയ്തിരിക്കണേ. പടച്ചോനെ, ആള് കൊള്ളാലോ. അപ്പം പറഞ്ഞ പ്രശ്നമാവില്ലേ? പ്രശ്നമാവും, അതുകൊണ്ടല്ലേ പുറത്തു പോണ്. അതല്ല, അവർ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കൂലേ? അന്വേഷിക്കൂലേ? ഉണ്ടാക്കും. എന്നെ ആകെ വിളിച്ചാൽ കിട്ടും നിങ്ങൾ തന്ന ഫോണിലാണ്. കിട്ടിയാൽ തന്നെ ഒരെണ്ണം ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. അപ്പം ഇത് രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ? അപ്പം അവിടെ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടെ പൈസ ആവൂലേ? അതൊന്നും ആവില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റികളല്ലേ, കുറച്ച് പൈസ വരുള്ളൂ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ അവിടുത്തെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റും? അതൊക്കെ പറ്റും. എൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ താത്താരൊക്കെ ഉണ്ട് അവിടെ, ഓരോ വിളിക്കും. ഇതെന്നാ കേൾക്കണോ? എനിക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. അതൊന്നും വേണ്ട. ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒന്നും ചിലവാക്കലില്ല. ആകെ കൂടി ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാകും മതി. ഇത്രയും പ്ലാൻ വെച്ചിട്ടാണോ ജന്നിൻ്റെ മുമ്പിൽ ചായ ഇട്ട് വന്നത്? അത് കൂടിയിൽ നിൽക്കുമ്പോൾ ഒരു പറയണ കേൾക്കണ്ടേ, അതുകൊണ്ടാ. ഇജ്ജ് ഞെട്ടിച്ച് കളഞ്ഞു. ഉമ്മയുടെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇക്കറിയാം എനിക്ക് പഠിക്കാൻ നല്ല പൂതിയുണ്ടെന്ന്. ഞമ്മക്കതൊന്നും സഹായിച്ചു തരാൻ പറ്റിയില്ല. ഇക്കും നല്ല പൂതി ഉണ്ടായിരുന്നു പഠിക്കാൻ. അന്നത്തെ അവസ്ഥയിൽ അതിനൊന്നും കഴിഞ്ഞില്ല. 14ാമത്തെ വയസ്സിൽ നമ്മളീ കുടിയേക്ക് വന്നതാ. ഇത്ര കാലമായിട്ട് ഒന്നും നടന്നില്ല. മക്കളെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതിനൊന്നിനും പറ്റിയില്ല. മൂപ്പരോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ?
ഒരു നോട്ടം വെച്ചപ്പോൾ കിട്ടിയത്. മറുത്തെന്തേലും പറഞ്ഞ ഇവിടുന്ന് ഇറക്കും. ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ കൊടുക്കാൻ പോവുക. സ്വന്തമായിട്ടൊരു പേരും കൂടി ഉണ്ടൊക്കെ. ഒക്കെ നല്ലതിനാന്ന് വിചാരിച്ചിട്ട് പഠിച്ചവനോട് തോരുന്നു. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ നേരാവും. ഫൈസൽ നല്ലോനാ. പഠിച്ചെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. മറുപടി കിടന്നു. സഫിയ, എന്തേന്നു? ഞാനാ കല്യാണക്കാരുടെ കല്യാണം പുറത്ത് വരാം. ഇത് വെച്ചോക്ക, നേരെ ചോക്ക്. തണുക്കുള്ള നിറല്ലേ, എന്നാലും ഇത് ഭംഗിയുണ്ട്. നോക്കട്ടെ. കുട്ടി ആ കണ്ടെടുത്താ ആ ഓറഞ്ച്. ഇതിങ്ങനെ പിടിച്ചാൽ മതി, തിരിച്ചിങ്ങനെ. ആ കറുപ്പിൻ്റെ മുകളിലത്തെ ആ കളറിൻ്റെ എടുത്താ, ആ വെണ്ണീറും കളറ്. ആ അതന്നെ അതന്നെ. ഇതെനിക്ക് ഇല്ലാത്ത നിറല്ലേ, ഇത് ചെയ്യലുണ്ട്. കാക്കുനോട് അന്ന് വെച്ചോക്ക. കാക്കു ഇതെങ്ങനെയുണ്ട്? ഉസാറായിക്കണോ? എൻ്റെ തീരുമാനം ഉറച്ചാണെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ മാത്രമല്ല, എൻ്റെ കൂടെ ഇതൊന്നും സമ്മതിക്കൂല. ഇക്കാണെങ്കിൽ ഓല വെറുപ്പിട്ടൊന്നും ചെയ്യാനും പറ്റൂല. ഇപ്പം എൻ്റെ സഹായം എല്ലാവരും ഒറ്റ പോയി പഠിക്കും നിൽക്ക് നല്ലോണം അറിയാം. എന്നാൽ എന്നെ കൊണ്ട് കഴിഞ്ഞ എന്താ കണക്കും ചെയ്തേരാം. ഇജെന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കട്ടോ. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ എന്താ, പഴയ പോലെ തന്നെ പെണ്ണുണ്ട് തുടങ്ങണം. പറ്റുകയാണെങ്കിൽ ആരെങ്കിലും കെട്ടണം. തിരിച്ചിനി ഫോണിലച്ചിട്ടാ എത്രയെന്ന് വെച്ചിട്ട് അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. നാട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങണം. ഇതെന്തായാലും എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ടൊരു കല്യാണം കൈ കിട്ടും. ചെറുപ്പത്തിൽ തലയിൽ മുണ്ടിടാത്തതിന് പാപ്പൻ്റെ തല മൊട്ടടിച്ചതാ.
അതിനുശേഷം തലേന്ന് തട്ടൊരിപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ആദ്യം പേടിയൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പോരെ കല്യാണമൊക്കെ. മതി പറഞ്ഞെന്നുള്ളൂ. ആ മൈമുട്ടിയൊക്കെയല്ലേ? അതെ അതെ അതെ. ആ അപ്പം നമ്മളെ നിങ്ങൾക്ക് അറിയൂല അല്ലേ? എന്ത് പണി ഞങ്ങൾ കാട്ടിയത്? ഈ ചെക്കൻ 10-40 സ്ഥലത്ത് പോയി പെണ്ണുണ്ട്. ഈ പെണ്ണ് കണ്ടിട്ട് ലാസ്റ്റ് വന്ന് കണ്ടു നിങ്ങളോട് വന്ന് കണ്ടപ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെടും ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇതെന്ന്. ഇവരെ ഭസ്മം നമ്മളല്ലേ കാണുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നമുക്ക് ഇനി നാളെ ആൾക്കാരെ മുന്നിൽ പോണ്ടേ? എന്താ കളി പറയണത്?